നടിയെ ആക്രമിക്കാൻ കാരണം നടൻ ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള വഴിവിട്ട ബന്ധം മഞ്ജുവിനെ അറിയിച്ചതിനെ തുടർന്ന്. മഞ്ജുവുമായി ദാമ്പത്യ ബന്ധം നിലനിൽക്കെയായിരുന്നു നടൻ ദിലീപും കാവ്യ മാധവനും തമ്മിൽ വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നത്. മഞ്ജു അറിയാതെ ഈ ബന്ധം അവർ കുറച്ചുനാൾ തുടർന്നിരുന്നു. മഞ്ജുവിന് സംശയം തോന്നാതിരിക്കാൻ കാവ്യയുടെ നമ്പർ പല പേരുകളിലായാണ് ദിലീപ് സേവ് ചെയ്തിരുന്നത്. പലനാൾ കള്ളൻ ഒരുനാൾ പിടിയിൽ എന്നതുപോലെയായിരുന്നു ദിലീപിൻ്റെയും കാവ്യ മാധവൻ്റെയും ബന്ധം പിടിയിലായത്. അതിനു കാരണമായത് ആക്രമിക്കപ്പെട്ട നടിയും ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധം മഞ്ജുവിനെ അറിയിച്ചതിനെ തുടർന്നാണ്. നടിയോടുള്ള വൈരാഗ്യം ദിലീപിൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്നത്. നടിയോടുള്ള ഈ വൈരാഗ്യം തീർക്കുവാൻ വേണ്ടിയാണ് നടിയെ ആക്രമിക്കാനായി ഗുണ്ടാസമൂഹമായ പൾസർ സുനിയെയും ഗ്യാങ്ങിനെയും സമീപിക്കുന്നതെന്നും വളരെയധികം ഗൂഢാലോചനയോടുകൂടി നടത്തിയ ഒരു ക്രൈമാണ് ഇതെന്നുമാണ് വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചത്. എന്നാൽ വിചാരണ കോടതിയിൽ വിചാരണയ്ക്കിടയിൽ 28 സാക്ഷികളാണ് കൂറുമാറിയത്. ചലച്ചിത്ര താരങ്ങളായ ഭാമ, ബിന്ദു പണിക്കർ, സിദ്ധു, ഇടവേള ബാബു എന്നിവരെല്ലാം വിചാരണയ്ക്കിടയിൽ തന്നെ കൂറുമാറി. ഇവരുടെ ആദ്യ മൊഴികളെല്ലാം ദിലീപിന് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു. അടുത്ത സുഹൃത്തുക്കൾ പോലും വിചാരണയ്ക്കിടയിൽ കൂറുമാറിയത് അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു. പൾസർ സുനിക്കെതിരെ കൂറുമാറാതെ മൊഴിയിൽ ഉറച്ചുനിന്നത് MLA മുകേഷ് മാത്രം. ഇതിനിടെ ദിലീപ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അയച്ച മെസ്സേജ് പുറത്ത്. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും തെറ്റ് ചെയ്യാതെ താൻ വളരെയധികം സമ്മർദ്ദത്തിലാണെന്നുമാണ് ദിലീപ് മുഖ്യമന്ത്രിക്ക് അയച്ചത്. ആദ്യം നടിക്ക് അനുകൂലമായി മൊഴി പറഞ്ഞവരെല്ലാം ഇപ്പോൾ കൂറുമാറിയിരിക്കുന്നു. ചിലപ്പോൾ ദിലീപ് അവരിൽ ചെലുത്തിയ സ്വാധീനം കൊണ്ടാകാം. ഈ കേസിൽ മൊഴിമാറ്റി പറയിച്ചിട്ടുണ്ടെങ്കിൽ വിധി നടിക്ക് അനുകൂലമാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഡിസംബർ 8-നാണ് കേസിൻ്റെ അവസാന വിധി വരുന്നത്. ഉപ്പു തിന്നവർ വെള്ളം കുടിക്കട്ടെ, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് ജനങ്ങളുടെയും അഭിപ്രായം.